ആ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചപ്പോ ഭയങ്കര ചേട്ടന്റെ കണ്ണൊക്കെ നിറയുന്നുണ്ടല്ലോ. പറയും സന്തോഷം കൊണ്ടാ. സന്തോഷം കൊണ്ട് ചേട്ടന്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. കാരണം ചേട്ടനൊരു അല്ലേ സന്തോഷം കൊണ്ടാ. സന്തോഷം കൊണ്ടാ. ആ ലഡു കഴിക്കുന്നുണ്ടോ ഇതില്? ഇല്ല ഷുഗറുണ്ട്. ഷുഗറുണ്ട്. ആ നമ്മള് കഴിച്ചില്ലെങ്കിലും നാട്ടുകാർക്ക് കൊടുക്കണം. ആ നാട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുക. ആ ചേട്ടാ ഈ 20 കോടി 20 ലഡു നിർത്താനുള്ള പരിപാടിയാണ്. അപ്പം ആവശ്യക്കാരെ എന്ത് ചോദിച്ചാലും കൊടുക്കും. ആ അപ്പൊ ഇന്നത്തെ ഭക്ഷണം ഇവിടെ അത് ചെയ്യുന്നതിനും കുഴപ്പമില്ല. ഈ നേരത്തെ ഈ 3 കോടി ഒരു 3 വർഷം മുമ്പ് അടിച്ചെന്ന് പറഞ്ഞ സമയല്ലേ? അത് ഓണത്തിന്റെ സെക്കൻഡ് പ്രൈസ്. ഇത് ഓണത്തിന്റെ ഇത് ഫസ്റ്റ് പ്രൈസ്. അത് സെക്കൻഡ് പ്രൈസ്. നേരത്തെ അടിച്ച സമ്മാനം അടിച്ച് ഇപ്പൊ ഒരു വലിയ സമ്മാനം എത്തിയിരിക്കുകയാണ്. സമ്മാനത്തിന്റെ അതും ചരിത്രത്തിലെ ഏറ്റവും വലിയ സമ്മാനം. അതിന് എങ്ങനെയാ തോന്നുന്നത്? എങ്ങനെ എന്നാ പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. ഇല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ 1 കോടി ഈ സഹോദരന്റെ കൈ വഴിയാ പോയത്. ഇത് സ്റ്റാഫായിട്ടല്ല നമ്മൾ കണക്ക് കൂട്ടുന്നത്. നമ്മുടെ സ്വന്തം സഹോദരനെ പോലെയാണ്. അതായത് നമ്മൾ ചേട്ടനാണോ ചേട്ടനല്ല അനിയനാണോ അങ്ങനെയല്ല. നമ്മളൊരു സുഹൃത്ത് പോലെ അല്ല. സ്റ്റാഫായിട്ട് നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ല. പുള്ളി ഇവിടെ വന്ന് നമ്മൾ ഞാനും പുള്ളിയായിട്ട് കൂടിയ പിന്നെ ഇന്ന് വരെ ഞങ്ങള് സ്റ്റാഫ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ അത് സന്തോഷമാ. ഞാനീ പറഞ്ഞ കാര്യം പുള്ളിയോട് ചോദിച്ചാൽ അറിയാം. ഞങ്ങൾ രണ്ടും ഒരു സ്റ്റാഫ് എന്ന മുതലാളിയൊന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരും ഒരു കൂട്ടുകാരെ പോലെ തന്നെയാണ് എപ്പോഴും. നമ്മൾ ഇടപെടാൻ തുടങ്ങി അന്ന് പോലെ ഇന്ന് വരെ. ഞാനിവിടെ കടയിൽ വന്നിട്ട് 10 കൊല്ലം അന്ന് പോലെ ഇന്ന് വരെ ഒരേ രീതി. നമ്മളൊരു ജോലിക്കാരനോട് കാണുന്ന ഒരു സമീപനമല്ല. പുള്ളി എന്നെ ഒരു മുതലാളിയായിട്ട് കാണുന്ന ഒരു രീതിയല്ല. ഞങ്ങൾ രണ്ടുപേരും അല്ലല്ല ഇത് അതൊന്നും വിളിക്കുകയല്ല സാറേ. അവരൊക്കെ ബാങ്കിലെല്ലാം പോയി കഴിഞ്ഞ് ചിലപ്പം എന്റെ എനിക്ക് പരിപാലിക്കണം. നീ എടുത്തത് അന്നും തന്നെ അടിച്ചെന്ന്. ആ ഓ ഇല്ല ഒരു ഉദ്ദേശവും അറിയത്തില്ല. ആ ആരാന്ന് അറിയത്തില്ല. ഇല്ല ഇപ്പം വന്നു ഒരു ടിക്കറ്റ് തരാൻ പറയും. അവര് ചൂണ്ടിക്കാണെങ്കിൽ ടിക്കറ്റ് എടുത്ത് കൊടുക്കുക, പൈസ മേടിക്കുന്നത് മാത്രമേ ഉള്ളൂ. കാനപ്പള്ളിയിലായിരിക്കും ഏറ്റവും കൂടുതൽ ഞങ്ങൾ വിറ്റിരിക്കുന്നത്. കാനപ്പള്ളിക്കാരൊക്കെ ഞങ്ങളുടെ പരിചയക്കാരും ആൾക്കാരാണ്.